ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വീഡ്സിനെ പരിചയപ്പെടാൻ പോവാണ്. വീഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കളച്ചെടികൾ. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിലിങ്ങനെ നമ്മുടെ മഷിത്തണ്ടില്ലേ, അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അതായത് പെപ്പറോമിയ പെല്ലൂസിഡ എന്ന് പറയുന്ന സയൻറ്റിഫിക് നെയിമൊക്കെ എഴുതി ഒരുപാട് ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കൊള്ളാലോ, നമ്മുടെ മഷിത്തണ്ടല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അതിൻ്റെ യൂസസും കാര്യങ്ങളും എല്ലാം നോക്കി അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് മഷിത്തണ്ടിൻ്റെ സയൻറ്റിഫിക് നെയിം വരുമ്പോൾ പെപ്പറോമിയ പെല്ലൂസിഡ എന്നാണ്. കോമൺ നെയിമായിട്ട് സിൽവർ ബുഷ് അല്ലെങ്കിൽ പെപ്പർ എൽഡർ എന്നൊക്കെ പറയും. നമ്മളിതിനെ കുട്ടിക്കാലം മുതൽ സ്ലേറ്റ് ക്ലീൻ ചെയ്യാനൊക്കെയല്ല യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസസ് ഉണ്ട്. ഇത് ഫുഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതൊരു മെഡിസിനൽ ഹെർബൊക്കെയാണ്. ഇത് വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അതുപോലെ ഇതിൻ്റെ പൾപ്പിന് നല്ല ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ആസ് എ ഗാർഡനർ നമുക്കിതിനെ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഷൈനി ലീവ്സ് ആണ്. അതുപോലെ തന്നെ സക്യുലൻറ്റ് സ്റ്റെമ്മാണ് ഇതിനുള്ളത്. പിന്നെ ഇത് എല്ലായിടത്തും വളർന്ന് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരുപാട് വെയിൽ കിട്ടാത്തടത്തും ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അതിലേക്ക് മനസ്സിലായില്ലേ, നമുക്കിതിനെ ഇൻഡോർ വളർത്താൻ പറ്റും. കുറച്ച് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ മതിയാവും. പിന്നെ ഇത് ബുഷി ആയിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ഭംഗിയുള്ളത്. മണ്ണില്ലാത്തടത്ത് പോലും ഇത് ഞാൻ വളർന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നടുമ്പോഴത്തേക്കും സാധാരണ മണ്ണിലങ്ങ് നട്ടു വെച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പോട്ടിംഗ് മിക്സ്ചറിൽ ഒരുപാട് സാധനങ്ങളൊന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കൊച്ചു പോട്ടിൽ മണ്ണൊക്കെ ഇട്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നട്ട് വയ്ക്കുന്നത്. അടുത്ത വീട്, അതായത് അടുത്ത കളച്ചെടി നമ്മുടെ കുടങ്ങലാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുമ്പോൾ സെൻഡല ഏഷ്യാറ്റിക്ക എന്നാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, കേക്കിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത പോലത്തെ ഒരു ഷേപ്പൊക്കെ പോലെ ഇല്ലേ. ഇവിടെ ഒരു 2-3 മൂടൊക്കെ ഉള്ളൂ. വേറൊരു സ്ഥലത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരുപാട് നിൽപ്പുണ്ട്. ഇത് അതെ ഇവിടെയാണ്. കണ്ടില്ലേ, ഇത് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വേറൊന്നുണ്ട്, അതായത് ഹൈഡ്രോകോട്ടൈൽ വെറ്റിസിലേറ്റ. ഇതിന് അങ്ങനെ പറമ്പിലൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇത് രണ്ടും ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അതായത് അപ്പിയേസിയ എന്ന് പറയുന്നൊരു ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. കുടങ്ങളിന് കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് ഏഷ്യാറ്റിക് പെന്നിവർട്ട് എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ പെന്നിവർട്ട് എന്നൊക്കെ പറയും. ഈ ഹൈഡ്രോകോട്ടൈൽ വെറ്റിസിലേറ്റേന് വാട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോഴേക്കും ഇതിനെ വയ്ക്കാൻ പറ്റുമായിരിക്കും, കാരണം ഇത് രണ്ടും ഒരേ ഫാമിലിയിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിത് വെച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. ഇതിനും ഒരുപാട് മെഡിസിനൽ യൂസസ് ഒക്കെ ഉണ്ട്. ചില കൺട്രീസിൽ, അതായത് ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് സാലഡിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇവിടെ നമ്മൾ കിളികൾക്കും കോഴികൾക്കും ഒക്കെ ഇത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുടങ്ങളിനെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതായത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. എനിക്കിതിൻ്റെ സയൻറ്റിഫിക് നെയിമൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. ഹൈഡ്രോകോട്ടൈൽ വെറ്റിസിലേറ്റ എന്ന് പറയുന്ന പ്ലാന്റിനെ നമുക്ക് ഇൻഡോർ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുടങ്ങൽ, അതായത് സെൻട്രല ഏഷ്യാറ്റിക്ക എന്ന് പറയുന്ന ഈ പ്ലാന്റിനെ നമുക്ക് ഇൻഡോർ വയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടില്ലേ, ഷെയ്ഡിലാണ് നിൽക്കുന്നത്. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഇത് കൊള്ളുന്നില്ല. അപ്പോഴേക്കും നമുക്ക് എന്തായാലും ഇൻഡോർ വയ്ക്കാൻ പറ്റും. ഇവിടുത്തെ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് അവിടെ നിന്ന് കളക്ട് ചെയ്തത്. കുറച്ച് ബുഷിയായിട്ട് നിൽക്കുന്ന കാണാനല്ലേ കുറച്ച് ഭംഗിയുള്ളൂ. ഇതിനെ നടാനായിട്ടും പോട്ടിംഗ് മിക്സ്ചറിൽ ഒരുപാട് സാധനങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട. സാധാരണ മണ്ണിൽ നട്ട് വെച്ചാൽ മതി, നന്നായിട്ട് വളരും. റൂട്ട് സിസ്റ്റം വലിയ നീളമൊന്നുമില്ല, അതുകൊണ്ട് കുഞ്ഞു ബോട്ടിൽ നട്ട് വെച്ചാൽ മതിയാവും. അടുത്തത് തൊട്ടാവാടിയുടെ അടുത്താണ് പോകുന്നത്. തൊട്ടാവാടിയുടെ സയൻറ്റിഫിക് നെയിം വരുമ്പോൾ മിമോസ പ്യൂഡിക്ക എന്നാണ്. അല്ലെങ്കിൽ ഇതിനെ ടച്ച് മി നോട്ട് പ്ലാന്റ് അല്ലെങ്കിൽ ഷെയിം പ്ലാന്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഞാനിതിന് ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് കണ്ടു. അതിലിങ്ങനെ ഈ പ്ലാന്റിനെ ഒരു പോട്ടിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഒരു ലോങ് ക്യാപ്ഷനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ യൂസസ് ഒക്കെ പറഞ്ഞിട്ട്.
ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ. അതായത് ഇച്ചിങ്ങിനും അതുപോലെ ഡയബറ്റീസിനും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റഡ് ആയി. ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് ഒരു പീസിന് 99 രൂപയാണ് ചോദിച്ചേക്കുന്നത്. ഇതെന്തായാലും ഞാൻ കൊണ്ട് നട്ടൊന്നും വയ്ക്കുന്നില്ല, കാരണം മുള്ളൊക്കെയുള്ള ചെടിയാണല്ലോ. UK റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡ് ഓഫ് ഗാർഡൻ മെറിറ്റ് എന്ന് പറയുന്നൊരു അവാർഡ് വരെ നമ്മുടെ ഈ തൊട്ടാവാടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെല്ലാം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.